ഈ വർഷത്തെ മലയാള വർഷത്തെ വർഷഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കന്നി രാശിയെക്കുറിച്ചാണല്ലേ പറയാൻ പോകുന്നത്. അതെ, ഉത്രം 4-3 ഭാഗവും, അത് ഉത്രത്തിൽ മുക്കാൽ, അതുപോലെ തന്നെ അത്തം, ചിത്തിര ആദ്യത്തെ 30 നാഴികയും ചേരുന്ന കന്നി രാശിയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഈ മലയാള വർഷഫലത്തിൽ എങ്ങനെയാണ് കന്നി രാശിക്കാർക്ക് നമുക്ക് നോക്കാം അല്ലേ. സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, പണ്ഡിത പാമര വ്യത്യാസമന്യേ, കുബേരൻ നിന്നോ കുചേലിൽ നിന്നോ വ്യത്യാസമില്ലാതെ ഇതിൽ കർമ്മസ്ഥാനത്ത് വ്യാഴവും കണ്ടകശനിയും കണ്ടക വ്യാഴവും നിൽക്കും കാലമാണ്. എന്താണ് കണ്ടകശനി? ജനിച്ച രാശിയുടെ 4-ാമത്തെയും 7-ാമത്തെയും 10-ാമത്തെയും രാശിയിൽ ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലം കണ്ടകശനി എന്ന് അറിഞ്ഞുകൊള്ളുക നിശ്ചയം. 4-ാമത്തെ 7-ാമത്തെയും 10-ാമത്തെയും രാശിയിൽ വ്യാഴഗ്രഹം നിൽക്കുമ്പോൾ കണ്ടക വ്യാഴം എന്നും പറയും. അപ്പോൾ കണ്ടകശനിയും കണ്ടക വ്യാഴവും പത്തി അടിക്കും, പൊത്തിലൊളിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും, പ്രതിയാകും എന്നാണ്. പുത്രന് ക്ലേശം, പുത്രിക്ക് ദുഃഖം, പത്നിക്ക് ദുഃഖം, ഭർത്താവിൻ്റെ ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം, പൊതുജന ദുഃഖം. അപ്രകാരം അഡീഷണലായിട്ട് അതുകൂടെയുണ്ട്. ശരാശരി കാര്യം ഒരു ഭീകരമായ ശ്ലോകമാണെങ്കിലും അത്രയൊന്നും കാഠിന്യമൊന്നും ഉണ്ടാവത്തില്ല. അതിൽ ഗജകേസരി യോഗമുള്ളവരുണ്ട്, പഞ്ചമഹായോഗങ്ങളുള്ളവരുണ്ട്, ദശാകാലങ്ങൾ നല്ലവരുള്ളവരുണ്ട്. എന്നാലും ഇതിൻ്റെയൊക്കെ ഈ ശ്ലോകത്തിൻ്റെ കുറേ ഫലങ്ങൾ കൃത്യമായും തട്ടിയും തലോടിയും മുന്നോട്ട് പോകും, അത് സംശയമില്ല. ഏറെക്കുറെ ഒരു 240 ദിവസത്തേക്കിന് ഈ ഫലം, അത് കൂടുതലും മാർച്ച് 14 മുതൽ മെയ് 14 വരെയുള്ള ആ കാലഘട്ടങ്ങളിലായിരിക്കും ഇതിൻ്റെ കാറ്റും കോളും ചുഴലിക്കാറ്റും ഒക്കെ വരുന്നത്. ശക്തി കൂടും. പത്തിയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം സാധാരണ നിലയിൽ നിന്ന് ആ പഴയ ആ ഗാംഭീര്യങ്ങളൊക്കെ ഒന്ന് കുറയുക. പൊത്തിലൊളിക്കുക എന്ന് പറഞ്ഞാൽ പലരുടെയും ശ്രദ്ധയിൽ നിന്ന് അകന്നു കഴിയുക. പാത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ പലരുടെയും മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ലജ്ജാവതിയായും ലജ്ജാകരനായും മാറി നടക്കേണ്ട ഒരവസ്ഥ മനുഷ്യർക്ക് ചില സന്ദർഭങ്ങളിൽ വരുന്നു. പതുങ്ങി നടക്കുക, പതുങ്ങിയിരിക്കുക, പൊത്തിലൊളിക്കുക, അതായത് വെളിയിലോട്ട് ഇറങ്ങാതെ, വലിയ ഫങ്ഷനിലൊന്നും പ്രത്യക്ഷപ്പെടാതെ, പ്രവാസോലിയോ കല്യാണമോ ജല്ലിക്കെട്ടോ അല്ലെങ്കിൽ ഉത്സവമോ പെരുന്നാളോ മറ്റേതെങ്കിലും പൊതുജനങ്ങൾ കൂടുന്നിടത്ത് പോകുന്നില്ല എന്നങ്ങ് വെക്കും. അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ ചില ചോദ്യശരങ്ങൾ വരുന്ന കാരണം അവനവൻ്റെ പദവിയെയും പത്രാസിനെയും ബാധിക്കുമല്ലോ എന്ന് കരുതി പൊത്തിലൊളിക്കും. പ്രതിയാകുക എന്ന് പറഞ്ഞാൽ സിവിലോ ക്രിമിനലോ സംബന്ധമായ കേസുകളിൽ മിനിമം ഒരു സാക്ഷിയോ അല്ലെങ്കിൽ കുറ്റവാളിയോ അല്ലെങ്കിൽ പഴി കേൾക്കുകയോ ചെയ്യും. കാഠിന്യം നിയമപരമായിട്ടുള്ള ഒരു വിഷയമാണ് പ്രതിയാകുക. പഴി കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ നിശ്ചിത ഒരു ഏപ്രിൽ മെയ് മാസം വരെ അല്ലെങ്കിൽ അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന അല്ല അവിടെ വരെ ഉണ്ടാവുന്ന ആ പഴി ദോഷം ചിലപ്പോൾ അത് ആയുഷ്കാലം നിന്നെന്ന് വരും. നിയമപരമായിട്ടൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ചെറിയ നാറ്റപ്പേരൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും, കണ്ഠത്തിന് മുകളിലായിട്ട് കഴുത്തിന് മുകളിലുള്ള കണ്ണ്, മൂക്ക്, ചെവി, വായ, പല്ല്, അങ്ങനെ എന്തെങ്കിലും ക്ഷതപതനങ്ങൾ, തട്ടോ മുട്ടോ ചെറിയ സർജറികളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും. പുത്രൻ പുത്രി അതായത് മക്കൾ, ഭാര്യ സ്വർണം ധനം, പുരുഷന്മാർക്ക് ഭാര്യ ഗോൾഡ് ധനം കുട്ടികൾ എന്നിവയും, സ്ത്രീകൾക്ക് ഭർത്താവ് സ്വർണം ധനം കുട്ടികൾ, ഇവരാലും പ്രയാസപ്പെടേണ്ട കാലഘട്ടമാണ്. ഒക്കെ പ്രയാസമാണ് ജീവിതം, എങ്കിലും എസ്പെഷ്യലി കൂടുതൽ പ്രയാസം ഉണ്ടാകുന്ന കാലഘട്ടങ്ങളാണ് പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ. പത്തിയടിക്കും, പൊത്തിലൊളിക്കും, പാത്ത് നടക്കും, പതുങ്ങി നടക്കും, പ്രതിയാകും, പഴി കേൾക്കും, പുത്രനെ ക്ലേശം, പുത്രിക്ക് ദുഃഖം, പത്നിക്ക് ദുഃഖം, ഭർത്താവിൻ്റെ ദുഃഖം, പൊന്നിൻ്റെ ദുഃഖം, പ്രതാപ ദുഃഖം, പൊതുജന ദുഃഖം. പൊതുജനങ്ങളുമായിട്ട് ചിലപ്പോൾ മത്സരിക്കേണ്ടതായ രംഗങ്ങളും അവയിൽ നിന്ന് ചില ചീത്തപ്പേരുകൾ ഒക്കെ കേൾക്കേണ്ട കാലഘട്ടങ്ങളും, ENT വിഭാഗത്തിൽ ചെറിയ അല്ലെങ്കിൽ കാൽപാദത്തിന് ചെറിയ തട്ടുകെട്ടുകളും, അങ്ങനെ പെടലിക്ക് മേലായുക, നടുവ് മേലായുക, ഇങ്ങനെയൊക്കെയുള്ള ചുരുണ്ടുകൂടിയിരിക്കത്തക്ക രീതിയിൽ
ഉള്ള പ്രയാസങ്ങളോ വീഴ്ചകളോ രോഗങ്ങളോ ഒക്കെ വരാം. വർഷാവസാനം മെയ് ജൂൺ മുതൽ മുന്നോട്ട് രക്ഷാകവാടം തുറക്കപ്പെടുകയും നാനാവഴികളിലൂടെ സഹായം കിട്ടുകയും തൊഴിൽ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാമ്പത്തിക മേഖലയിലും കുടുംബപരമായും ഭരണപരമായും പൊതുജനപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പഴി, പ്രതിസ്ഥാനം മാറി സർവേശ്വരാനുഗ്രഹത്താൽ തൊഴിൽ മേഖല പുഷ്ടിപ്പെടും, അല്ലെ പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടക്കും. സാമ്പത്തികപരമായ ക്ഷീണങ്ങളുമാകും. സാമൂഹ്യ പ്രവർത്തകർക്കും കലാകാരന്മാർക്കും പുതിയ ഉണർവും ഉത്തേജനവും ഉണ്ടാവും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും. ശനി പ്രീതി, ശിവങ്കൽ പുകയിൽ വിളക്ക്, ജലധാര, ശാസ്താവിന് നീരാഞ്ജന, എള്ളുപായസം മുതലായവയും ശനി പൂജാതി കർമ്മങ്ങൾ. അതുപോലെ തന്നെ വ്യാഴാഴ്ച വിഷ്ണുവെങ്കിൽ നരസിംഹസ്വാമിക്ക് നരപ്പായസം മുതലായത് നടത്തുക. മാല, വിളക്ക് മുതലായ വഴിപാടുകളും വ്യാഴാഴ്ച തോറും നടത്തി വന്നാൽ ഈ കാഠിന്യങ്ങളുടെ ദോഷകാഠിന്യങ്ങളുടെ ശക്തി കുറയും. ഗുണഫലങ്ങളുടെ ശക്തി വർഷാവസാനം മുതൽ സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആരോഗ്യം, പ്രതാപം, ഐശ്വര്യം ഇങ്ങനെയുള്ളത് വർദ്ധിക്കുകയും ചെയ്യും.